കേരളം ഞെട്ടിയ ഒരു വലിയ തട്ടിപ്പിന്റെ തുടർ വാർത്തകളുമായാണ് ന്യൂസ് ട്രെൻഡ്സ് ഇന്ന് ആരംഭിക്കുന്നത്. ഇന്നലെ ഞങ്ങൾ ന്യൂസ് ട്രെൻഡ്സിലൂടെയായിരുന്നു ബിജു രാധാകൃഷ്ണൻ എന്ന സോളാർ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ പുതിയ തട്ടിപ്പുമായി രംഗത്തെത്തിയതിന്റെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവിട്ടത്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് രൂപം മാറി ഭാവം മാറി ബിജു രാധാകൃഷ്ണൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുതിയ കണ്ടെത്തലുകളിലേക്ക് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരമായി ഞങ്ങൾക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. അതായത് ന്യൂസ് ട്രെൻഡ്സ് ഇന്നലെ പുറത്തുവിട്ട ന്യൂസ് 18 ഇന്നലെ പുറത്തുവിട്ട MS അനീഷ് കുമാറിന്റെ അന്വേഷണാത്മക റിപ്പോർട്ടിനെ ശരിവെക്കുന്ന തരത്തിലുള്ള പരാതികൾ ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരിക്കുന്നു. പോലീസിന് മുന്നിൽ ആ പരാതി ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നതാണ് വാർത്തയായി നൽകാനുള്ളത്. അതിൽ തന്നെ പ്രേക്ഷകരുമായി ആദ്യം പങ്കുവെക്കേണ്ടതായി വരുന്നത് ആ വിശദാംശങ്ങൾ തന്നെയാണ്. ആ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം കടക്കേണ്ടത്. എടുത്തു പറയേണ്ടത് ഇവിടെ ഇതാ വളരെ പ്രധാനപ്പെട്ട പരാതികൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വല വിരിച്ചിരിക്കുന്നു. അതായത് ബിജു രാധാകൃഷ്ണൻ എന്ന തട്ടിപ്പുകാരനായി വല വിരിച്ചിരിക്കുന്നു കേരള പോലീസ് എന്ന വിവരം തന്നെയാണ് ആദ്യമേ പ്രേക്ഷകരുമായി ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ ബിജു രാധാകൃഷ്ണന് എതിരെ ഇപ്പോൾ പരാതികൾ ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ ബിജുവിനായി തെരച്ചിൽ വ്യാപകമാക്കിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ബിജു രാധാകൃഷ്ണൻ എന്ന തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ന്യൂസ് 18 ആയിരുന്നു പുറത്തുവിട്ടിട്ടുള്ളത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ബിജു രാധാകൃഷ്ണന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കുന്ന സാഹചര്യത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. ഇവിടെ ഇതാ രണ്ട് പരാതികൾ ആണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉള്ളത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ പോലീസ് അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നത് എന്നതാണ് വിവരം. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് 10 കോടി രൂപ തട്ടിയെടുത്തു എന്ന പരാതിയുമായി മലപ്പുറം സ്വദേശി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പങ്കുവെക്കേണ്ടത്. മലപ്പുറം സ്വദേശി റിൽഷാദാണ് ന്യൂസ് 18നോട് ഈ വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തത്. താൻ തട്ടിപ്പിന് ഇരയായി എന്ന ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് റിൽഷാദ് ന്യൂസ് 18നുമായി പങ്കുവെച്ചത്. അതുപ്രകാരം 10 കോടി രൂപയുടെ തട്ടിപ്പിന് കളമൊരുക്കി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം റിൽഷാദിന്റെ പ്രതികരണത്തിലേക്ക്. 10,000 രൂപ ഒരു സിറ്റിംഗിന് അടക്കം ഈടാക്കിക്കൊണ്ടിരുന്നു ബിജു രാധാകൃഷ്ണൻ എന്നതായിരുന്നു റിൽഷാദ് ന്യൂസ് 18നോട് പറഞ്ഞത്. കൊച്ചി നഗരത്തിലെ വൻകിട ഹോട്ടലുകളിൽ വെച്ചായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകൾ നടന്നത്. ആ കൂടിക്കാഴ്ചകൾക്ക് ഓരോന്നിനും 10,000 രൂപ ആണ് ബിജു രാധാകൃഷ്ണൻ ഈടാക്കിക്കൊണ്ടിരുന്നത് എന്നതാണ് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഒപ്പം നിരവധിയായ വാഗ്ദാനങ്ങൾ ആയിരുന്നു നൽകിയത്. ചിൽഡ്രൻസ് ഹോം, ഓൾഡ് ഏജ് ഹോം എന്നിവയ്ക്കായി ഏതാണ്ട് 300 കോടി രൂപയോളം വിവിധ കമ്പനികളുടെ CSR ഫണ്ടായി അനുവദിച്ചു നൽകും എന്നതായിരുന്നു ആ വാഗ്ദാനം എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം കോടനാട് 5 ഏക്കർ സ്ഥലം ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി കണ്ടുവച്ചു എന്ന വിവരവും റിൽഷാദ് പങ്കുവെക്കുകയുണ്ടായി. സോളാർ കേസിലെ പ്രതി എന്ന റിൽഷാദിന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ റിൽഷാദ് പണം തിരികെ ചോദിച്ച സാഹചര്യം ഉണ്ടായി. എന്നാൽ ആ ഘട്ടത്തിൽ അടക്കം ബിജു രാധാകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഒപ്പം ഭാര്യയെന്ന് പരിചയപ്പെടുത്തിയ ആ അഭിഭാഷകയും ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ ഇന്നലെ നമ്മൾ ഏതാനും ചില വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അതിൽ തന്നെ സോളാർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ബിജു രാധാകൃഷ്ണൻ എന്ന പേര് പ്രധാനമായും ഈ ജനങ്ങൾക്ക് ഇടയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവിടെ സരിത S നായരുമായി ചേർന്നുകൊണ്ട് വലിയ തോതിലുള്ള തട്ടിപ്പുകൾ ആയിരുന്നു നടത്തിയത്. അങ്ങനെ സരിതയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി തൻ്റെ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തി എന്ന ഒരു കേസ് കൂടി ബിജു രാധാകൃഷ്ണൻ നേരെ നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. കോടതി ജീവപര്യന്തം തടവിന് വിധിച്ചുവെങ്കിലും മേൽക്കോടതിയിൽ പോയി ആ ശിക്ഷ ഇളവ് ലഭിച്ച പശ്ചാത്തലമുണ്ടാകുന്നു. ആ ശിക്ഷ റദ്ദാക്കിയ സാഹചര്യമുണ്ടാകുന്നു. അവിടെയാണ് ഇപ്പോൾ മറ്റൊരു അഭിഭാഷക ഭാര്യ എന്ന തരത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് റിൽഷാദിനെ ഭീഷണിപ്പെടുത്തി എന്ന വിവരം കൂടി പുറത്തു വരുന്നത്. ഇതാ റിൽഷാദിന് എന്താണ് പറയാനുള്ളത്, റിൽഷാദ് എന്താണ് പറഞ്ഞത് കേട്ടു നോക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.